പോലീസിന്റെ മുമ്പിൽ ഒരു വിഐപിയെ പോലെ ഈ നടന്നു വരുന്ന ചെറുപ്പക്കാരൻ്റെ പേരാണ് ഭൂസാരി. അഞ്ചൽ ടൗണിലൂടാണ് പോലീസിനോടൊപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒന്നിൽ ഉയർന്ന ഒരു പോലീസുകാരനാണെന്ന്. കൈ ചൂണ്ടിയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പോലീസുകാർക്ക് എന്തോ നിർദ്ദേശം കൊടുക്കുകയാണെന്ന്. എന്നാൽ അതൊന്നുമല്ല, യവൻ വലിയ ഒരു കള്ളനാണ്. കള്ളനെ പോലീസുകാർ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നും. ഇത്രയും നല്ല രസകരമായ ഒരു കള്ളനെ കൊണ്ടുവരുന്നത്. അടുത്തിടെയെങ്ങും ഇങ്ങനെ ഒരു കള്ളനെ പിടിച്ചതായി കേട്ടിട്ടുമില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല. മോഷണം നടന്നതറിഞ്ഞ് അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും CCTV അടക്കം പരിശോധിച്ചതിൽ കള്ളൻ ഇന്ന ആളാണെന്ന് മനസ്സിലായി. കള്ളനെ പൊക്കിയതിന് ശേഷം അന്നേരം മുതൽ കള്ളൻ തമാശകളൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ ഇടയിൽ ഹീറോയായിരിക്കുകയാണ്. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർക്കും പൊടി രസമൊക്കെ തോന്നി. എന്തെന്ന് വെച്ചാൽ ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. എല്ലാം ഒരു സിനിമാ കഥ പറയുന്നത് പോലെ എന്തോ വലിയ സന്തോഷവുമുണ്ട് ഇദ്ദേഹത്തിന് പറയുമ്പോൾ. വളരെ രസകരമായി തന്നെ പോലീസിനോട് വിവരങ്ങൾ വിവരിച്ച് കേൾപ്പിക്കുന്നത് നമുക്ക് കാണാം. 4 or 5 പോലീസുണ്ട്. അവരുടെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഒരു കള്ളൻ ഇത്ര രസകരമായി മോഷ്ടിച്ച കാര്യങ്ങൾ വിവരിക്കുന്നത്. നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഞാനൊരു ഹീറോയാണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ നടത്തിയും പോക്കും ഭാവവുമൊക്കെ. കണ്ടു നിന്നവർക്കും നല്ല രസമൊക്കെ തോന്നി. പക്ഷേ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പം അദ്ദേഹത്തിനൊരു തമാശ. എൻ്റെ പടം നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ, എല്ലാ ചാനലിലും വരണം. പക്ഷേ ഓൺലൈൻ ചാനലുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇന്നോ നാളെയോ വലിയ ചാനലുകളിലും ഇദ്ദേഹം ഹീറോയാവും. എന്തായാലും പോലീസിന് ഇദ്ദേഹത്തെ നോക്കുക പോലും വേണ്ട. നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം പോലീസുകാർ നാട്ടുകാരെല്ലാം നോക്കുന്നത് കണ്ട് ചിരിച്ചും വളരെ തമാശപൂർവ്വവും ആണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. പോലീസിനോട് ഇടയ്ക്ക് ഇംഗ്ലീഷിൽ സോറി, അങ്ങനല്ല ഇങ്ങനാണ് ഞാൻ മോഷ്ടിച്ചതെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പുറകെ നിൽക്കുന്ന പോലീസുകാർക്കും ചിരിയും, കൂടെ കൂടിയവർക്ക് അതിനേക്കായും. എന്തായാലും ഇതൊരു വലിയ രസകരമായ ഒരു തെളിവെടുപ്പായി പോയി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനൊരു കള്ളനെ പിടിച്ചിരിക്കുന്നത്. പിടിച്ച കള്ളൻ്റെ പേര് ഭൂസാരി എന്നും. ജീപ്പിലൊക്കെ കയറുമ്പം ഇദ്ദേഹത്തിന് വലിയ ഒരു ചിരിയും ഒക്കെയാണ്, തമാശയൊക്കെയാണ്. ഇനിയും ഞാൻ വരും കേട്ടോ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇനി ഞാൻ വരുമ്പോൾ മൊത്തം കൂടെ കൊണ്ടുപോകും സാറേ എന്ന് പറയുന്നു. പോലീസ് അത് കേട്ട് വളരെ രസകരമായി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പോയി ഹെൽമെറ്റ് എടുത്തോണ്ട് ഷൂടെ സ്കെച്ച് ഇട്ട് വെച്ചാൽ, പക്ഷെ അവൻ ഹെൽമെറ്റ് എടുത്ത് വരാത്തോണ്ട് സ്കൂളിലൂടെ പരിപാടി നടന്നില്ല. അല്ല അടുത്ത പ്രാവശ്യം സോറി ഇല്ല നടക്കും. ഇവിടെ അല്ല, ഈ ഏരിയയിലല്ല, വേറെ ഏരിയ. നമ്മുടെ ഏരിയയിൽ ഇനി നടത്തുന്നില്ല, നമ്മൾ വേറെ ഏരിയയിൽ. എന്താ പറയുന്നത്, ഇവിടെ വന്ന് ഹെൽമെറ്റ് പ്ലാൻ മൊത്തം ഞാൻ കാലിയാക്കിയാണ്. ഓടില്ല. എന്നിട്ട് ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് പൊക്കി തുറന്ന്, എന്നിട്ട് ക്ലാസ് ആയതുകൊണ്ട് തുറക്കാൻ പറ്റും. ഞാൻ ഒരു കല്ലെടുത്ത് ഇടിച്ചു പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ബെൽറ്റും ബെൽറ്റും അതും ഇതും എല്ലാം എടുത്ത് ഞാൻ സ്ഥലം കാലിയാക്കി. ഒരു ഓട്ടോയും വിളിച്ച് ചെരുപ്പ് ഇവിടെ തൂക്കിയിട്ടിരുന്നു, ഇവിടെ വെച്ചിരുന്നു. പൈസയൊക്കെ ഇതിന്റെ അകത്തിരുന്നു. കവർ ഇവിടുന്ന് ഈ ഒരു ഏതോ ഒരു മേശയിൽ അങ്ങാണ്ട് കിട്ടിയതാ. എടുത്ത് തുറന്നെടുത്ത് പൈസ ഇതിന്റെ അകത്ത് മേശയുടെ താക്കോല് കിടന്നു. ഇത് തുറന്നിട്ട് ഇനി പൈസ എടുത്ത് ഇതിന്റെ അടിയിൽ നിന്ന്, അതിന്റെ അടിയിൽ കീറി നോട്ടം കണ്ടാന്ന് തോന്നുന്നു. തൊപ്പി ഇവിടെ ഇവിടുന്ന്. ശരി അവിടെ ക്യാമറ തോണ്ടല്ല അവിടെ കേട്ടാ. ഇവിടെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒരു ജീൻസ് എടുത്തില്ല. നിങ്ങൾ വീട്ടിൽ നമ്മ നോക്കിക്കൂടായിരുന്നോ? പോവാം. സോറി. കട്ടതാണ് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഇവിടെ ഈ ഏരിയ എല്ലാ ചാനലിലും വരണം കേട്ടാ. അങ്ങോട്ട് പറഞ്ഞേ സ്റ്റേഷനിലോട്ട് പറഞ്ഞേ കേട്ടാ.